ഹായ് ഹലോ, സിമ്പിളായിട്ടൊരു ചെമ്മീൻ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. സാധാരണ വറുക്കാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ പുരട്ടി കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്, കഴിക്കാൻ വേണ്ടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ചെമ്മീനല്ല. അച്ചാറിന് പാകമെന്ന് പറയുന്നത് ചെറിയൊരു സോഫ്റ്റ്നെസ് ഇട്ടുകൊണ്ട് തന്നെ ചെമ്മീൻ വറുത്ത് കോരുന്നതാണ്. അതുകൊണ്ട് അധികം അങ്ങ് മൊരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. മൊരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം മസാലയൊന്നും ചെമ്മീനിൽ പിടിക്കില്ല. അതങ്ങനെ കട്ടിക്ക് കിടകത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ മുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് വേറിട്ട് കിടക്കും. അതിനായിട്ട് നന്നായിട്ട് ചെമ്മീൻ വറുത്ത് കോരുമ്പോഴത്തേക്കും ചെറിയൊരു സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ വറുത്ത് കോരണം. ഒത്തിരി അങ്ങോട്ട് മൊരിഞ്ഞു പോകാനും പാടില്ല. എന്നാൽ ചെമ്മീൻ നല്ലപോലെ വേവ് പാകമായിട്ടിരിക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് വറുത്ത് കോരാനായിട്ട് പറ്റും. നന്നായിട്ട് വറുത്ത് കോരിയെ വേറൊരു പാത്രത്തിലേക്ക് വെക്കുക. എന്നിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ മൂപ്പിച്ചെടുക്കുന്നത്. വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെമ്മീൻ വറുത്ത് കോരിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ തൊട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതേപോലെ തന്നെ 2 ഉണക്കമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അച്ചാറിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഇരുന്ന വെളുത്തുള്ളിയും പച്ചമുളകും അതുമൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ടാവണം. പച്ചമണം ശരിക്കും അങ്ങ് മാറണം. അല്ലാതെ അച്ചാർ ഇടുവാണെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരാൻ ഇടയുണ്ട്. അപ്പോൾ നല്ല പോലെ ഉള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂക്കണം. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ മാത്രമേ അതിലോട്ട് പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. ഞാനൊരു നുള്ള് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി കാശ്മീരിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, ഒരു കളറ് കിട്ടാൻ കൂടെ. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടികൾ മൂത്തതിന് ശേഷം മാത്രമേ ഇതിലോട്ട് വിനാഗിരി ഒഴിക്കാൻ പാടുള്ളൂ. പൊടികൾ മൂത്തിട്ടില്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടുവരാനും ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവാനും ഇടയുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. വിനാഗിരി നന്നായിട്ട് തിളയ്ക്കണം. വിനാഗിരി നമ്മുടെ മുളക് പൊടിയിലും ആ ഒരു കൂട്ടിലൊക്കെ കിടന്ന് നന്നായിട്ട് പുരണ്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിലോട്ട് ചെമ്മീൻ ഇടേണ്ടത്. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നല്ല സോഫ്റ്റായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലോട്ട് ഇടാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഉപ്പ് അച്ചാറിലൊരു ശകലം മുൻപേ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതേപോലെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.